മതം മാറ്റം, വ്യാപകമായ മതം മാറ്റം. മതം മാറ്റുന്നതിലൂടെ രാജ്യത്തെ മാറ്റാൻ പോകുന്നു, സംസ്ഥാനത്തെ മാറ്റാൻ പോകുന്നു. അങ്ങനെ മാറ്റുന്നതിലൂടെ അങ്ങനെ ഇസ്ലാമിക രാജ്യം നിലവിൽ വരാൻ പോകുന്നു. ഇപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഭാഷാ വൈവിധ്യമൊക്കെ കൈവരിച്ച് ജമാഅത്ത് ഇസ്ലാമിയാൽ ഭരിക്കപ്പെടുന്ന ഒരു പുതിയ സംസ്ഥാനം വരാൻ പോകുന്നു എന്നൊക്കെ വെടിപൊട്ടിച്ച് കുരു പൊട്ടി വല്ലാതെ ബഹളം വെക്കുമ്പോൾ 2024 മതം മാറ്റത്തിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ മതം മാറ്റത്തിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചാക്രിക ചുഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഏക്ഷനോ ഒന്നുമില്ല. സ്വാഭാവികമായി മനുഷ്യർക്കിടയിൽ പല കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ കണക്കുകളിൽ ഒരസാധാരണത്വവുമില്ല. ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ആയവരുടെ എണ്ണം ആകെ 276. അതിൽ 154 സ്ത്രീയും 122 പുരുഷനുമാണ് ഹിന്ദുവിൽ നിന്നും മുസ്ലിമായത്. അപ്പോൾ അതിൽ ലവ് ജിഹാദ് ആരോപണം നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരും ഏതാണ്ട് സ്ത്രീയുടെ അത്രയും തന്നെയുണ്ട്. ക്രിസ്ത്യാനിയിൽ നിന്നും മുസ്ലിമായവർ സ്ത്രീകൾ 42 പേർ, പുരുഷൻ 25, ആകെ 67 പേർ. ഇനി മൊത്തം മുസ്ലിങ്ങളിലേക്ക് വന്നവരുടെ എണ്ണം 343 343. ക്രിസ്ത്യാനി ഹിന്ദുവായത് 180 പേര് സ്ത്രീകൾ, 149 പേര് പുരുഷൻ. അപ്പം 329 പേർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്ക് പോയത്. 329 ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് വന്നവരുടെ എണ്ണം വെറും 67 ഉള്ളൂ. കണക്ക് പറഞ്ഞ് ബഹളം വെക്കുന്നത് മുഴുവൻ എന്തുവാ? ഇതിനു വേണ്ടി പ്രത്യേകമായ സെല്ലുണ്ട്, മദ്രസയിൽ വിദ്യാഭ്യാസമുണ്ട്, ഇത് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ ബഹളം മൊത്തം വെക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിലെ ആൺകുട്ടികളൊക്കെ ഇപ്പോൾ മാർഗമൊക്കെ ആയി, അവരും റീൽസൊക്കെ കാണാൻ തുടങ്ങി. വിദേശത്തൊക്കെ കാണാൻ പോകുമ്പോൾ അവരുടെ മനസ്സിനിണങ്ങുന്ന പെൺകുട്ടികളെയൊക്കെ അവർക്ക് കിട്ടാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു പ്രക്രിയ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ക്രിസ്ത്യനിൽ നിന്നും ഹിന്ദുവിലേക്ക് പോയത് 329 പേർ, മുസ്ലിമിൽ നിന്നും ഹിന്ദുവിലേക്ക് പോയത് 36 പേരേ പോയിട്ടുള്ളൂ. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുസ്ലിമിലേക്ക് വന്നത് 276 പേര്. ഇനി ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്ക് പോയതോ 130 പേർ. പുരുഷന്മാരതിൽ 130 സ്ത്രീകളും 104 പുരുഷന്മാരും, ആകെ 234. മുസ്ലിമിൽ നിന്നും ക്രിസ്ത്യാനിയായതോ 13 സ്ത്രീ 8 പുരുഷൻ 21. ഇനി കിട്ടിയ കണക്കും പോയ കണക്കും പറയാം. മുസ്ലിങ്ങൾക്കാകെ കിട്ടിയത് 343, ഹിന്ദുക്കൾക്കാകെ കിട്ടിയത് 365, ക്രിസ്ത്യാനികൾക്കാകെ കിട്ടിയത് 255. ആഹാഹാഹാഹാ. ഈ കണക്കിൽ ഒരസ്വാഭാവികതയില്ല. വെറുതെ പറയുന്നതാണ്. പ്രത്യേകമായ ഒരു ജാതിയിലേക്ക് ആസൂത്രിതമായി കൊണ്ടുപോകുന്നു, അതിന് മതം മാറ്റാൻ പൊടിയും കൊണ്ട് നടക്കുന്നു എന്നൊക്കെ. ഇനി ചില പാസ്റ്റർമാരും അച്ഛന്മാരുമൊക്കെ ദേണ്ട ഞങ്ങളുടെ ആളുകളെല്ലാം ജിഹാദികൾ പിടിച്ചുകൊണ്ട് പോകുന്നേ എന്ന് പറയുന്ന ഒരു നിലവിളി ഒരല്പം ശബ്ദം കുറയ്ക്കണം. ഈ കണക്ക് വെച്ചെങ്കിലും ഇത് വളരെ കൃത്യമായ കണക്കാണ്, സർക്കാർ കണക്കാണ്. ഇപ്പോഴൊക്കെ മതം മാറിയാൽ പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു ജാതിയിലോട്ട് പോയി മിണ്ടാതങ്ങിരിക്കാനും നോക്കത്തില്ല. എല്ലാ റെക്കോർഡ്സും മാറ്റണം. കാരണം അവർക്ക് ഗൾഫിൽ പോകേണ്ടവരുണ്ട്, ആനുകൂല്യം കിട്ടേണ്ടവരുണ്ട്, ഫർദർ എന്താ പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്, ലാൻഡിൻ്റെ സക്സഷൻ, ഇതിലെല്ലാം ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായ കണക്കാണ്. അതുകൊണ്ട് ഈ കണക്ക് വെച്ച് വേണം ഇനി വരും കാലങ്ങളിൽ നിലവിളിക്കാനെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്.